പക്ഷേ ജൂതൻ ഏറ്റവും അധികം ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ പേടിത്തൊണ്ടന്മാരുടെ സമുദായമാണ്. ആയുധങ്ങൾ കണ്ടാൽ പേടിച്ച് വിറക്കുന്ന സമുദായമാണ്. അവർ മദീനയിൽ തന്നെ അങ്ങനെയായിരുന്നു. അപ്പോ ഇവർക്ക് ആയുധത്തിന്റെ ശക്തിയുടെ ഭാഷ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ ഹമാസ് ഈ മിസൈലുകൾ വിടാൻ തുടങ്ങുകയും 15 ലക്ഷം ആളുകള് ഇങ്ങനെയൊക്കെ 10 വർഷം പട്ടിണി കിട്ടിട്ടും ഒരിഞ്ച് വഴങ്ങാതെ മറ്റുള്ള അറബ് സ്വേച്ഛാധിപതികൾ കുമ്പിടാൻ പറയുമ്പോ മുട്ടിലെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ജൂതന്മാരുടെ ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ കാൽക്കൽ വീണ് നെതന്യാഹുവിന്റെ കാല് പിടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി വനുസല്ലി വനുസല്ലിമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ബഹുമാന്യനായ ഉദ്ഘാടകൻ ജസ്റ്റിസ് ശംസുദ്ദീൻ സാഹിബ്, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ നേതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മസ്ജിദുൽ അക്സയ്ക്ക് വേണ്ടി മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ ആവുന്നത് ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന നമുക്കെല്ലാവർക്കും സർവശക്തനായ അല്ലാഹു മതിയായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഡിസംബർ 6 എന്ന തീയതി കലണ്ടറിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു തീയതിയാണ്. ലോകത്തെങ്ങുമുള്ള, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തുള്ള സ്വാതന്ത്ര്യ പ്രേമികളും മനുഷ്യാവകാശത്തിൽ വിശ്വസിക്കുന്നവരും മതസഹിഷ്ണുതയെ, മതസ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നവരും ആ ദിവസത്തെ ഡിസംബർ 6 ഓർക്കാതിരിക്കുകയില്ല. 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത്. ഡിസംബർ 6 ചരിത്രത്തിൽ മറ്റൊരു പ്രത്യേകത കൂടി ഈ 2017 ഡിസംബർ 6 ഉണ്ടായിരിക്കുന്നു. 2017 ഡിസംബർ 6 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന്റെ തലസ്ഥാനമാണ് ഖുദ്സ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജെറുസലം ഇസ്ലാമിക ചരിത്രത്തിൽ ഖുദ്സ് എന്നാണ് അറിയപ്പെടുന്നത്. വിശുദ്ധിയ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ അത് ഒരു വിശുദ്ധിയുടെ നഗരമാണ്, പ്രദേശമാണ്. ട്രംപ്, നിങ്ങൾ ഒരുപക്ഷെ വാർത്തകളിൽ ശ്രദ്ധിച്ചിരിക്കും, വളരെ നിസ്സാരമായ ഒരു കാര്യം പോലെ ഒരു കടലാസിൽ ഒപ്പുവെക്കുന്നു, അത് ഉയർത്തി കാണിക്കുന്നു. അതോടുകൂടി അമേരിക്കയുടെ പ്രഖ്യാപനം, ലോകത്തോടുള്ള പ്രഖ്യാപനം, ഇനി അങ്ങോട്ട് ഖുദ്സ് ഇസ്രായേലിന്റെ തലസ്ഥാനമാണ് എന്ന പ്രഖ്യാപനം സംഭവിച്ചു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വളരെ സാധാരണമായ ഒരു നടപടിയായിരുന്നു അത്. പക്ഷേ അതൊരു സാധാരണ നടപടിയല്ല. ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സാധാരണ നടപടിയല്ല. ഖുദ്സ് ശരിയാണ്, കുറെ കാലമായി ഇസ്രായേലിന്റെ കയ്യിലാണ്. 1917 ബാൽഫർ പ്രഖ്യാപനത്തോടുകൂടി തന്നെ അത് ബ്രിട്ടന്റെ അധീനതയിൽ വരികയും ബ്രിട്ടൻ അധിനിവേശം നടത്തുകയും
1948 ഇസ്രായേൽ അത് ഇസ്രായേലിന്റെ വരുതിയിൽ കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നത് ശരിയാണ്. അതിനുശേഷം ഇസ്രായേൽ ഖുദ്സ് അല്ലെങ്കിൽ ജെറുസലം ഇസ്രായേലിന്റെ തലസ്ഥാനമാണ് എന്ന് പ്രഖ്യാപിച്ചു നോക്കിയെങ്കിലും അത് UN അംഗീകരിച്ചിട്ടില്ല. അന്താരാഷ്ട്ര നിയമങ്ങൾ ഒരിക്കലും ഇസ്രായേലിന്റെ ഈ വാദം അനുവദിച്ചു കൊടുത്തിട്ടില്ല. അമേരിക്ക തന്നെയും 1995 അമേരിക്കൻ കോൺഗ്രസ് ഖുദ്സ് അല്ലെങ്കിൽ ജെറുസലം ഇസ്രായേലിന്റെ തലസ്ഥാനമാണ്, തെല്ലവീവിൽ നിന്ന് അമേരിക്കൻ എംബസി ഇസ്രായേലിലേക്ക് മാറ്റണമെന്നൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും 20 വർഷമായിട്ടും 20 വർഷം കഴിഞ്ഞിട്ടും അമേരിക്കൻ കോൺഗ്രസിന്റെ ആ തീരുമാനം നടപ്പിലാക്കാൻ അമേരിക്കൻ പ്രസിഡന്റുമാർ ഒരിക്കലും ധൈര്യപ്പെട്ടിട്ടില്ല. ഒബാമയ്ക്ക് മുമ്പുള്ള ബുഷുമാരും അങ്ങനെ ഒരു തീരുമാനം, അങ്ങനെ ഒരു കരാറിൽ ഒപ്പുവെക്കാൻ ധൈര്യം കാണിച്ചിരുന്നില്ല. പക്ഷേ ആ തോന്നിവാസം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപാണ്. ലോകത്ത് വിഡ്ഢികൾ അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് കാണുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടേത്. നമ്മുടെ രാജ്യത്തും അറബ് രാജ്യങ്ങളിലെ സ്വേച്ഛാധിപതികളുടെ കസേരകളിലും ഏറ്റവും ഒടുവിൽ അമേരിക്കയിലും വിഡ്ഢികൾ എങ്ങനെയാണ് അധികാരത്തിലെത്തുന്നത്, അവർ എങ്ങനെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നേർക്ക് നേരെ കാണാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണ് ഈ കാലഘട്ടത്തിലെ തലമുറ. അമേരിക്കയിൽ അത് പച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ പത്രങ്ങൾ, ബ്രിട്ടീഷ് പത്രങ്ങൾ വിശേഷിപ്പിക്കുന്നത് പോലെ ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ, അത് പ്രാദേശികമായി അമേരിക്കയിൽ ദേശീയമായി ആ രാജ്യത്ത് വിഡ്ഢിത്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്റർനാഷണൽ ബ്ലണ്ടർ, അന്താരാഷ്ട്ര വിഡ്ഢിത്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസിഡന്റ് എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇപ്പോൾ അദ്ദേഹത്തിന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ വിശേഷണം എന്ന് നമുക്കറിയാം. അപ്പോഴേ ഈ പ്രഖ്യാപനം വന്നപ്പോൾ ഇവിടെ ശംസുദ്ദീൻ സാഹിബ് സൂചിപ്പിച്ചതുപോലെ സാധാരണത്തേതുപോലുള്ള ഒരു പ്രഖ്യാപനമാണ് എന്ന് വരുത്തി തീർക്കാൻ ട്രംപ് ശ്രമിച്ചെങ്കിലും, അല്ലെങ്കിൽ ഇസ്രായേൽ ശ്രമിച്ചെങ്കിലും, ലോകത്ത് ആരും പ്രതീക്ഷിക്കാത്ത ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായിരിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ, അറബ് രാജ്യങ്ങൾ എല്ലാവരും ഇതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. 1917 ബാൽഫർ പ്രഖ്യാപനം നടത്തി. ഇങ്ങനെ ഒരു ചട്ടമ്പി രാഷ്ട്രത്തിന്, ജാരസന്തതിക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത സാക്ഷാൽ ബ്രിട്ടൻ പോലും, ബാൽഫർ പ്രഖ്യാപനത്തിന്റെ ഉത്തരവാദികളായ സാക്ഷാൽ ബ്രിട്ടൻ പോലും ഈ തീരുമാനത്തെ ശക്തമായി എതിർത്തു എന്നതാണ് സംഭവിച്ചത്. ഇസ്രായേലിലുള്ള മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യാനികളും, ലോകത്ത് മുഴുവനുമുള്ള ക്രിസ്ത്യാനികളും ഈ തീരുമാനത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇത് ഒരു അസാധാരണമായ തീരുമാനമാണ്. ലോകം മുഴുവനും ഇതിനെതിരെ രംഗത്ത് വരാനുള്ള കാരണം എന്താണ് എന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ കരാറുകളും അന്താരാഷ്ട്ര മര്യാദകളും നിരന്തരമായി ലംഘിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഇപ്പോൾ അതിന്റെ സകല പരിധികളും ലംഘിച്ചു കഴിഞ്ഞു എന്നുള്ളതാണത്. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് പോകാൻ ഒന്നുമില്ലാത്ത വിധത്തിൽ ഏറ്റവും വലിയ വൃത്തികേട് അത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. 1917 ബാൽഫർ പ്രഖ്യാപനത്തിന്റെ 100ാം വാർഷികം, ആ ദുരന്ത സ്മരണ അത് ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, ലോകം അത് അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ 1917, 2017, ഈ 2017 അതിന് 100 വർഷമായി എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യാവകാശ ലംഘനത്തെ സംബന്ധിച്ച് ലോകം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് മറ്റൊരു ഇടിത്തിയായി ഈ സംഭവം നടന്നിരിക്കുന്നത്. ഖുദ്സ് നഷ്ടപ്പെടുന്നു. അത് നേരത്തെ 1948 ഇസ്രായേൽ അതിന്റെ കിഴക്കൻ ജെറുസലം, പടിഞ്ഞാറൻ ജെറുസലം നേരത്തെ സ്വന്തമാക്കിയ ഇസ്രായേൽ 1967 യുദ്ധത്തിൽ കിഴക്കൻ ജെറുസലവും സ്വന്തമാക്കിയിരുന്നു. ഈ സ്വന്തമാക്കിയ പ്രദേശം തങ്ങളുടെ തലസ്ഥാനമാക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വലിയ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നമാണ് തിണ്ണയിൽ വെച്ച് കൊടുത്തിരിക്കുന്നത് അമേരിക്ക. അപ്പൊ ലോകരാഷ്ട്രങ്ങൾ ഇതിനെ എതിർക്കാനുള്ള കാരണം പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇങ്ങനെ ഒരു രാജ്യം
തുടക്കം മുതൽ അതിന്റെ ചില ചരിത്ര വശങ്ങളിലേക്ക് ബഹുമാന്യനായ ഉദ്ഘാടകൻ സൂചനകൾ നൽകുകയുണ്ടായി. തുടക്കം മുതൽ ലോകത്ത് ഈ രാഷ്ട്രം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നത്, അത് പിറവിയെടുത്തത് എങ്ങനെയാണ് എന്ന് പഠിക്കുമ്പോൾ ഒരു ന്യായവുമില്ലാതെ ഒരു മനുഷ്യാവകാശവും പാലിക്കാതെ ആണ് ഈ രാഷ്ട്രം ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. 1917 ബാൽഫർ പ്രഖ്യാപനം നടക്കുമ്പോൾ കണക്കുകൾ പറയുന്നത് ഈ രാജ്യത്തുള്ള ഫലസ്തീനിലുള്ള ജൂതന്മാരുടെ എണ്ണം 4% മാത്രമാണ് എന്നാണ്. 4% മാത്രമാണ്. ചില കണക്കുകൾ പറയുന്നത് 2% എന്നാണ്. അവരുടെ കയ്യിലുള്ള ഭൂമി 5% താഴെയാണ്. പക്ഷേ 1948 ഇസ്രായേൽ രാഷ്ട്രം പിറവിയെടുക്കുമ്പോൾ ഈ രാജ്യത്ത് 31% ജനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ 2017 വരുമ്പോ ഇസ്രായേലിൽ 85% ആ രാജ്യത്തിന്റെ നിവാസികളും ഇന്ന് ജൂതന്മാരാണ്. 15% മാത്രമാണ് അവിടെയുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉള്ളത്. ബാക്കിയുള്ള തദ്ദേശീയരായ ആളുകളൊക്കെ എവിടെ പോയി എന്ന് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. 70 ലക്ഷം ജനങ്ങളെ, തദ്ദേശീയരായ മുസ്ലിങ്ങളെ ആട്ടി ഓടിച്ചുകൊണ്ടാണ് ഈ രാഷ്ട്രം ഇത്രയും വളർന്ന് വലുതായിരിക്കുന്നത്. ഈ രാജ്യം 70 ലക്ഷം ഫലസ്തീനികളെ ആട്ടി ഓടിച്ചിരിക്കുന്നു. ഇന്ന് ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും നമുക്ക് ഫലസ്തീനികളെ കാണാം. അവരവരുടെ പഴയ രാജ്യത്തിന്റെ സ്വപ്നങ്ങളുമായിട്ട് ആഗ്രഹാതുരത്വത്തോടുകൂടി കഴിയുന്നത് നമുക്ക് കാണാൻ പറ്റും. 70 ലക്ഷം ജനങ്ങള് ആ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടു. അവരുടെ $568 ബില്യൺ സ്വത്ത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ രാജ്യത്ത് അധിനിവേശക്കാരായി എത്തിയ ജൂതന്മാര് തട്ടിയെടുത്തിരിക്കുന്നു. $568 ബില്യൺ. ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ പിന്നെ 100 കോടിയാണ്. $568 ബില്യൺ തദ്ദേശീയരായ ഫലസ്തീനികളുടെ സ്വത്ത് തട്ടിയെടുത്ത് 70 ലക്ഷം ആളുകളെ ആട്ടി ഓടിച്ച് ഉണ്ടായ ഒരു രാഷ്ട്രമാണിത്. യാതൊരുവിധ അവകാശവുമില്ലാതെ 1898 ഫലസ്തീനിൽ ഒരു രാഷ്ട്രമുണ്ടാക്കുമെന്ന് ആ രാജ്യവുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത, ചരിത്രപരമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത, മതപരമായി ബന്ധമില്ലാത്ത ഒരു വിഭാഗം ആളുകൾ പ്രഖ്യാപിക്കുകയാണ്. തിയോഡർ ഹെർഷൽ പല സ്ഥലങ്ങളിലും നടന്ന് അവിടെയൊക്കെ ജൂതരാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എവിടെയും ജൂതന്മാര് സ്വാഗതം ചെയ്യപ്പെടാത്ത ഒരു സാഹചര്യം വന്നപ്പോഴേ അന്നത്തെ സാമ്രാജ്യത്തെ ശക്തിയായ ബ്രിട്ടനുമായിട്ട് ചേർന്ന് ലോകയുദ്ധത്തിൽ അവരെ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത്, അങ്ങനെ ബ്രിട്ടനും ജൂതന്മാരും സിയോണിസ്റ്റുകളും ഒത്തുചേർന്ന് ഉണ്ടാക്കിയ കരാറിന്റെ ഒരു റിസൾട്ടായിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം. അങ്ങനെയാണ് ബാൽഫർ പ്രഖ്യാപനം നടത്തുന്നത് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി. അങ്ങനെയാണ് 1948 ഈ രാജ്യം ഉണ്ടാകുന്നത്. 1948 ഉണ്ടായ ഈ രാജ്യം, ആ രാജ്യത്തിന് UN നിശ്ചയിച്ചു കൊടുത്ത അതിർത്തിയുടെ 3 ഇരട്ടിയാണ് ഇന്ന് ആ രാജ്യത്തിന്റെ വളർച്ച. ആ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അന്ന് 1948 അക്രമപരമായി UN എടുത്ത ഒരു തീരുമാനപ്രകാരം, അത് തന്നെ അക്രമമായിരുന്നു, അന്നുണ്ടാക്കിയ ആ രാജ്യത്തിന്റെ അതിർത്തികൾ നിർണയിച്ചു കൊടുത്തിരുന്നു. ഇന്ന് 3 ഇരട്ടി അത് വർദ്ധിച്ചിരിക്കുന്നു. എങ്ങനെയാണ് അത് വർദ്ധിച്ചത്? 1948 യുദ്ധം, 1956 യുദ്ധം, 1967 യുദ്ധം, 1973 യുദ്ധം, ഇസ്രായേൽ നടത്തിയ യുദ്ധങ്ങളാണ് ഇതൊക്കെ. നമ്മൾ മനസ്സിലാക്കണം. അയൽ രാഷ്ട്രങ്ങളോട് ഓരോ യുദ്ധങ്ങളിലും ഓരോ പ്രദേശങ്ങളും പിടിച്ചടക്കും. കണക്കുകൾ പറയുന്നത് 3 ലക്ഷത്തിലധികം അറബികളെ, മുസ്ലിങ്ങളെ ഇസ്രായേൽ യുദ്ധങ്ങളിൽ കൊന്നൊടുക്കിയിട്ടുണ്ട് എന്നാണ്. യുദ്ധങ്ങളിൽ മാത്രം. അതേസമയം ഇസ്രായേലിന് നഷ്ടപ്പെട്ടത് 20,000-ൽ ചില്ലാനം ആളുകൾ മാത്രമാണ്. 3 ലക്ഷത്തിലധികം 20 ലക്ഷം, എത്രയാ പറഞ്ഞത്, 30ഓ, ഇത്രയധികം ലക്ഷക്കണക്കിന് ജനങ്ങളെ പിന്നെ കൊന്നൊടുക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്നത് 20,000 ആളുകളെയാണ്. ഈ 3 ഇരട്ടി രാഷ്ട്രം വികസിച്ചു കഴിഞ്ഞിട്ടും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ അതിർത്തി എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്നും സ്വന്തമായിട്ട് അതിർത്തിയില്ലാത്തൊരു രാജ്യമാണത്. യൂഫ്രട്ടീസ് മുതൽ നൈൽ നദി വരെ എന്നാണ് അവർ അവരുടെ അതിർത്തിയെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയും കുറെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനുണ്ട്. ഓരോ യുദ്ധങ്ങളിലും ജോർദാന്റെ കയ്യിൽ നിന്നാണ് ഇപ്പോഴുള്ള ഈ കിഴക്കൻ ജെറുസലം പിടിച്ചെടുത്തത്. ഈജിപ്തിൽ നിന്നാണ് ഗസ പിടിച്ചെടുത്തത്, സീന പിടിച്ചെടുത്തത്.
ഈ സിറിയയിൽ നിന്നാണ് ജൂലാൻ കുന്നുകൾ പിടിച്ചെടുത്തത്. അങ്ങനെ അയൽ രാഷ്ട്രങ്ങളുടെ മുഴുവനും വെട്ടിപ്പിടിച്ച് ഈ രാഷ്ട്രത്തെ ഓരോ യുദ്ധങ്ങളിലും വികസിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് മാത്രമല്ല, കുപ്രസിദ്ധമായ കൂട്ടക്കൊലകളിലൂടെ സാബ്ര ഷാത്തില കൂട്ടക്കൊല, ദീർ യാസീൻ കൂട്ടക്കൊല, മസ്ജിദ് ഇബ്രാഹിമി കൂട്ടക്കൊല, ഇങ്ങനെയുള്ള ചരിത്രത്തിൽ കുപ്രസിദ്ധമായ കൂട്ടക്കൊലകളിലൂടെ 10,000 വേറെയും ഇസ്രായേൽ കൊന്നൊടുക്കിയിട്ടുണ്ട്. 2006 മുതൽ 10 വർഷമായി ഗസ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ 15 ലക്ഷം ജനങ്ങള്, പാവപ്പെട്ട സ്ത്രീകളും കുട്ടികളും അധിവസിക്കുന്ന 15 ലക്ഷം ജനങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശത്തെ 10 വർഷത്തിലധികമായി ഇസ്രായേൽ പട്ടിണിക്കിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പട്ടിണിക്കിട്ട് കൊന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പലപ്പോഴും ഗസയിൽ ആക്രമണങ്ങൾ നടത്തുകയും നിരപരാധികളായ, ഏറ്റവും അധികം ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നത് നിരപരാധികളായ കുഞ്ഞുങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതുപോലെ ഒരു ചട്ടമ്പി രാഷ്ട്രം ഇത്രയും വൃത്തികെട്ട വിധത്തിൽ ഹീനമായി ലോകത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുകയും അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് നേരെ ലോകം മൗനം പാലിക്കുക എന്ന അത്ഭുതമാണ് കുറെ കാലമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. UN ചേർന്ന് ഓരോ തവണയും പ്രമേയം പാസാക്കും. 110-ലധികം പ്രമേയങ്ങൾ ഇസ്രായേലിനെതിരെ UN പാസാക്കിയിട്ടുണ്ട് എന്നാണ് UN രേഖകൾ പറയുന്നത്. 110-ലധികം പ്രമേയങ്ങൾ. ആ പ്രമേയങ്ങൾക്ക് അതിന്റെ കടലാസിന്റെ വിലയുണ്ടോ? ഇന്ന് ലോകത്തിലെ ആയുധശേഷിയിൽ 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാഷ്ട്രമാണ് ഇസ്രായേൽ. 400-ലധികം അണ്വായുധങ്ങൾ സൂക്ഷിക്കുന്ന രാഷ്ട്രമാണ് ഇസ്രായേൽ. ആയുധശക്തി കൊണ്ട് ലോകത്ത് പിടിച്ചു നിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. ഇങ്ങനെയുള്ള ഒരു ചട്ടമ്പി രാഷ്ട്രം ദിവസം ദിനേന ചെയ്തുകൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങൾക്ക് അമേരിക്ക കുടപിടിക്കുന്നു, അറബ് രാഷ്ട്രങ്ങളിലെ സ്വേച്ഛാധിപതികൾ കുടപിടിക്കുന്നു, ലോകത്തിലെ പല രാജ്യങ്ങളും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, സഹോദരന്മാരെ, മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു നിസ്സാരമായ പ്രശ്നമല്ല. ഖുദ്സ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ ഭൂമിയുടെ പ്രശ്നമല്ല. ഖുദ്സിന് ചില പ്രത്യേകതകളുണ്ട്. അത് ബൈത്തുൽ മഖ്ദിസിന്റെ നാടാണ് എന്നുള്ളതാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രത്യേകത. ആ നാട് വിശുദ്ധ നഗരമായിട്ട് ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു നഗരമാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ഖുർആൻ പറഞ്ഞു, ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കുമ്പോൾ ഖുർആൻ പറഞ്ഞു അല്ലദീ ബാറക്നാ ഹൗലഹു, ആ പ്രദേശവും അതിന്റെ ചുറ്റുപാടുമുള്ള മുഴുവൻ സ്ഥലങ്ങളും നാം അനുഗ്രഹിച്ചിട്ടുള്ള പ്രദേശമാണ്. ഒരു അനുഗ്രഹീതമായ പ്രദേശമാണ് ഖുദ്സ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അത് ബൈത്തുൽ മഖ്ദിസിന്റെ നാടാണ്. ബൈത്തുൽ മഖ്ദിസ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഒന്നാമത്തെ ഖിബിലയാണ്. 16-17 മാസക്കാലത്തോളം പ്രവാചകനും പ്രവാചകന്റെ അനുയായികളും ഇന്ന് നമ്മൾ കാബയ്ക്ക് നേരെ നിന്ന് നമസ്കരിക്കുന്നത് പോലെ ഖിബിലയായിട്ട് സ്വീകരിച്ച് നമസ്കരിച്ചിരുന്നത് ഈ മസ്ജിദുൽ അഖ്സക്ക് നേരെയായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. അത് അവരുടെ വിശുദ്ധമായ ഖിബിലയായിരുന്നു 17 മാസക്കാലം. ഈ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് സാലിസുൽ ഹറമൈനി, 3-ാമത്തെ ഹറമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പ്രവാചകൻ പറഞ്ഞു, 1-ാമത്തെ ഹറം അൽ മസ്ജിദുൽ ഹറാമാണ്. ആ മസ്ജിദുൽ ഹറാമിൽ ഒരാൾ നമസ്കരിച്ചാൽ അയാൾക്ക് ഒരു നമസ്കാരത്തിന് 1,00,000 പ്രതിഫലം ലഭിക്കും. 2-ാമത്തെ ഹറം അൽ മസ്ജിദുൻ നബവിയാണ്, പ്രവാചകന്റെ മദീനയിലെ പള്ളി. ആ പള്ളിയിൽ നമസ്കരിക്കുന്ന ഒരാൾക്ക് ഒരു നമസ്കാരത്തിന് 1000 നമസ്കാരത്തിന്റെ പ്രതിഫലം കിട്ടും. 3-ാമത്തെ പള്ളി അൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സയാണ് ഈ ഖുദ്സിലെ, ഇപ്പോൾ ഇസ്രായേലിലുള്ള ഈ ഖുദ്സിലെ. ഈ മസ്ജിദുൽ അഖ്സയിൽ ഒരു വക്ത് നമസ്കരിച്ചാൽ അയാൾക്ക് 500 നമസ്കാരത്തിന്റെ പ്രതിഫലം കിട്ടും. ലാ തുഷദ്ദു റിഹാൽ ഇല്ലാ ഇലാ 3 മസാജിദ്. മുസ്ലിങ്ങൾ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട്, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ലോകത്ത് 3 സ്ഥലങ്ങളിലേക്ക് തീർത്ഥയാത്ര നടത്താൻ പാടുള്ളൂ. അതിലൊന്ന് മസ്ജിദുൽ ഹറാമെങ്കിൽ, 2-ാമത്തേത് മസ്ജിദുൽ നബവി എങ്കിൽ, 3-ാമത്തേത് അൽ മസ്ജിദുൽ അഖ്സയാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു പുണ്യപ്രദേശം, പുണ്യഗേഹം സാലിസുൽ ഹറമൈൻ, 3-ാമത്തെ ഹറമാണ് മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത, മറക്കാൻ സാധിക്കാത്ത ഒരു പള്ളിയും പ്രദേശവുമാണ്. സർവോപരി ഇസ്രാ മിഅ്റാജിന്റെ പ്രദേശമാണ് മസ്ജിദുൽ അഖ്സയും ഖുദ്സും, നമുക്കറിയാവുന്നതുപോലെ. അതാണ് ഞാൻ നേരത്തെ ഓതിയ ആയത്തിൽ
അള്ളാഹു പറയുന്നത് സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗല. അള്ളാഹു എത്ര പരിശുദ്ധനാണ്. രാത്രി മസ്ജിദുൽ ഹറാമിൽ നിന്ന് തന്റെ അടിമയെ മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുവന്ന അള്ളാഹു എത്ര പരിശുദ്ധനാണ്. ലിനുരിയഹു മിൻ ആയാത്തിന, ദൃഷ്ടാന്തങ്ങളുടെ ആയത്തുകളുടെ പ്രദേശമാണത്. ആ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇസ്രാ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ആരംഭിക്കുകയും മസ്ജിദുൽ അഖ്സയിൽ അവസാനിക്കുകയും ചെയ്തു. മസ്ജിദുൽ അഖ്സയിൽ വന്ന പ്രവാചകൻ എല്ലാ പ്രവാചകന്മാർക്കും ഇമാമായി നമസ്കാരം നിർവഹിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. സകല പ്രവാചകന്മാരിൽ നിന്നും ലോകത്തിന്റെ സമൂഹത്തിന്റെ നേതൃത്വം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുക്കുന്നതിന്റെ ഒരു പ്രതീകമായിരുന്നു ആ ഇമാമത്ത്, നമസ്കാരത്തിന് നൽകിയ ആ നേതൃത്വം. അവിടെ നിന്ന് അങ്ങോട്ട് മസ്ജിദുൽ അഖ്സയിൽ നിന്നാണ് പ്രവാചകൻ 7 ആകാശങ്ങളും കടന്ന് സിദറത്തുൽ മുൻതഹയും കടന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ പോയത് എന്ന് ചരിത്രം പറയുന്നു. അപ്പൊ ഇസ്രാ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ആരംഭിച്ച് അവസാനിച്ച പ്രദേശമാണ് മസ്ജിദുൽ അഖ്സ ഖുദ്സ്. മിഅ്റാജ് ആരംഭിച്ച പ്രദേശമാണ് മസ്ജിദുൽ അഖ്സ. ഇത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പ്രധാനപ്പെട്ട ഒരു പ്രദേശം ഒരു ട്രംപ് ഒപ്പുവെക്കുന്നതോടുകൂടി അതിന്റെ പ്രാധാന്യം മുഴുവനും ഇല്ലാതാവുകയും ലോകത്തുള്ള 120 കോടി വരുന്ന മുസ്ലിങ്ങൾ ആ വിശുദ്ധ പ്രദേശത്തെ വിസ്മരിക്കുകയും ചെയ്യും എന്ന് വിചാരിക്കുന്നത് മാത്രമായിട്ട് നമുക്കതിനെ കാണാൻ ബുദ്ധിയുള്ള ഒരു മനുഷ്യർ ഒരു പ്രസിഡന്റ് യാത്ര ചെയ്യുന്ന ആളാണ് ട്രംപ് എന്നതുകൊണ്ട് മാത്രമാണ് അയാൾ നിസ്സാരമല്ല കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മുസ്ലിങ്ങൾ 2 തട്ടിലുണ്ട് എന്നുള്ളത് ശരിയാണ്. 2 തട്ടിലുണ്ട്. ഒന്ന് മുസ്ലിം സമൂഹമാണ്, വേറെ ഒന്ന് മുസ്ലിം ഭരണാധികാരികളാണ് അല്ലെങ്കിൽ സ്വേച്ഛാധിപതികളാണ്. ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റിന് സത്യസന്ധമായി പറഞ്ഞാൽ അത് മുസ്ലിം രാജ്യങ്ങളിൽ അധികാര കസേരകളിലേക്കുള്ള സ്വേച്ഛാധിപതികളുടെ ആശീർവാദത്തിൽ നിന്നും അനുവാദത്തിൽ നിന്നും മാത്രമാണ് ട്രംപിന് ഈ വൃത്തികേട് ചെയ്യാനുള്ള ധൈര്യം കിട്ടിയിരിക്കുന്നത്. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദ് സന്ദർശിച്ച് അവിടെ ഒരു ഉച്ചകോടി നടന്നത് അറബ് രാഷ്ട്രത്തലവന്മാരെ മുഴുവൻ അവിടെ അന്ന് ട്രംപ് വിളിച്ചു. $62 ബില്യൺ ആദ്യ കരാറിൽ അതിന് പുറമെ കോടിക്കണക്കിന് ബില്യൺ കണക്കിന് ഡോളറിന്റെ പല സമ്മാനങ്ങളും സമ്പത്തും ട്രംപിന്റെ മുമ്പിൽ കാഴ്ചവെച്ചു. അന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ എടുത്ത തീരുമാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു ഇസ്രായേലിന്റെ തലസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുവാനുള്ള എന്നാണ് നിരീക്ഷകന്മാർ പറയുന്നത്. അല്ലാതെ ട്രംപ് വെറുതെ ഒപ്പിട്ടതല്ല. ഇന്നിപ്പോ നിങ്ങൾ നോക്കൂ, 2 ദിവസം മുമ്പ് തുർക്കിയിൽ OICയുടെ സമ്മേളനം നടന്നല്ലോ. അല്പമെങ്കിലും ആനത്തത്തോടുകൂടി, ചങ്കൂറ്റത്തോടുകൂടി, ആർജവത്തോടുകൂടി ഇന്ന് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയും മർദ്ദിതരായ ജനകോടികളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും സംസാരിക്കുന്ന ഏക പ്രസിഡന്റായ റജബ് തയ്യിബ് എർദോഗാൻ അദ്ദേഹത്തിന്റെ നാട്ടിൽ വിളിച്ചു ചേർത്ത, അദ്ദേഹമാണിപ്പോ OICയുടെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് വിളിച്ചു ചേർത്ത OIC കോൺഫറൻസിൽ 57 രാജ്യങ്ങളിൽ, മുസ്ലിം രാജ്യങ്ങളിൽ പങ്കെടുത്തത് 17 രാഷ്ട്രത്തലവന്മാർ മാത്രമാണ്. നമ്മൾ മനസ്സിലാക്കണം, 57 മുസ്ലിം രാജ്യങ്ങളിൽ ഈ OIC സമ്മേളനത്തിൽ പങ്കെടുത്ത രാഷ്ട്രത്തലവന്മാരുടെ എണ്ണം 17 മാത്രമാണ്. ബാക്കിയുള്ള ആളുകൾ എവിടെ പോയി? അവരവരുടെ വിദേശകാര്യമന്ത്രിമാരെ അയച്ചു. ചില ആളുകൾ അവരുടെ വിദേശകാര്യ സഹമന്ത്രിമാരെ അയച്ചു. വേറെ ചില ആളുകളെ അവരുടെ മതകാര്യ വകുപ്പ് മന്ത്രിമാരെ അയച്ചു. വേറെ ചില ആളുകൾ അവരുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരെ അയച്ചു. ഖുദ്സ് പ്രശ്നം, മുസ്ലിങ്ങളുടെ ഒന്നാമത്തെ ഖിബിലയുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഒന്നാമത്തെ ഖിബിലയുടെ പ്രശ്നം, അവരുടെ ഹറമിന്റെ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു ചേർത്ത മുസ്ലിം രാഷ്ട്രങ്ങളുടെ വേദിയായ OIC ഉച്ചകോടിയിൽ
ഈ പങ്കാളിത്തമില്ലായ്മയുടെ കാരണം എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമാണ് ഉത്തരം. ഇത് നേരത്തെ തന്നെ ട്രംപുമായിട്ട് കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ള ആളുകളാണ്. അവർക്ക് ഇവിടെ വന്ന് സംസാരിക്കാൻ കഴിയില്ല. അവർക്ക് അള്ളാഹുവിനെ അല്ല പേടി, ട്രംപിനെയാണ് അവർക്ക് പേടി. ഖുർആൻ ചോദിച്ചല്ലോ, നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? വല്ലാഹു അഹഖു അൻ തഖ്ശാ, അള്ളാഹുവാണ് ഏറ്റവും അധികം ഭയപ്പെടേണ്ടത്, അള്ളാഹുവിനെയാണ്, ജനങ്ങളെയല്ല. നിങ്ങൾ ജനങ്ങളെയാണോ ഭയപ്പെടുന്നത്? ഖുർആൻ ഒരിടത്ത് ചോദിച്ചു, നിങ്ങൾ ജനങ്ങളെയാണോ ഭയപ്പെടുന്നത്? വല്ലാഹു അഹഖു അൻ തഖ്ശൗഹു, നിങ്ങൾ ഏറ്റവും അധികം ഭയപ്പെടേണ്ടത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെയാണ്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. അള്ളാഹുവിനേക്കാൾ അള്ളാഹുവിന്റെ അടിമകളെ ഭയപ്പെടുന്ന ഒരു സമൂഹത്തിന് ലോകത്തൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവർ ട്രംപിന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്നത്. ഇപ്പൊ ചില ആളുകള് മഹ്മൂദ് അബ്ബാസിനെ, PLOന്റെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനെ വിളിച്ചു കൂട്ടിയിട്ട് അയാളോട് പറഞ്ഞ് അയാളെ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഖുദ്സ് വിടുക, ഖുദ്സ് ശർഖിയ, ഗർബിയ, കിഴക്ക് ഖുദ്സാവട്ടെ, പടിഞ്ഞാറൻ ഖുദ്സാവട്ടെ, ഏത് ഖുദ്സായാലും ഖുദ്സിനെ മറന്നേക്കുക, നിങ്ങൾക്ക് വേറെ ഒരു പ്രദേശം തലസ്ഥാനമാക്കാം. എന്നിട്ട് ഒരു പുതിയ കരാറ് ഇവർ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കരാറിന് ട്രംപ് വിശേഷിപ്പിച്ചിരിക്കുന്നത് സഫഖത്തു ഖർൻ, ദി എഗ്രിമെന്റ് ഓഫ് ദി സെഞ്ചുറി, നൂറ്റാണ്ടിന്റെ എഗ്രിമെന്റ് എന്നാണ്. വരാൻ പോകുന്ന ഒരു വലിയ കരാറാണ് അത്രേ അത്. നൂറ്റാണ്ടിന്റെ എഗ്രിമെന്റ്, ചരിത്ര പ്രസിദ്ധമായ ഒരു എഗ്രിമെന്റ് വരാൻ പോകുന്നു. ട്രംപും അറബ് സ്വേച്ഛാധിപതികളും ചേർന്നുണ്ടാക്കുന്ന ഒരു പുതിയ എഗ്രിമെന്റ്. ആ എഗ്രിമെന്റിൽ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ തലസ്ഥാനം ഖുദ്സായിരിക്കുകയില്ല. ഏതോ ഒരു പൊട്ട കുഗ്രാമമാണ് ഈ ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ തലസ്ഥാനമായി നിർണയിച്ചിരിക്കുന്നത്. ഖുദ്സിനെ പറ്റി ഒരു അക്ഷരം പറയാൻ പാടില്ല. 948 പിടിച്ച ഖുദ്സിനെ പറ്റി, പടിഞ്ഞാറൻ ഖുദ്സിനെ പറ്റി പറയാൻ പാടില്ല. 967 യുദ്ധത്തിൽ പിടിച്ച കിഴക്കൻ ഖുദ്സിനെ പറ്റി, ആ കിഴക്കൻ ഖുദ്സിലാണ് ബൈത്തുൽ മഖ്ദിസും അതുപോലെ തന്നെ മസ്ജിദ് സഹ്റയും അതുപോലെ തന്നെ മസ്ജിദ് ഉമർ ഇബ്നുൽ ഖത്താബൊക്കെ ഉള്ളത്. ആ കിഴക്കൻ ഖുദ്സിലാണ് ക്രിസ്ത്യാനികളുടെ പുണ്യഗേഹമുള്ളത്. അവരുടെ പ്രസിദ്ധമായ കനീസത്തുൽ ഖിയാമ, അൽ ഖിയാമ ചർച്ചുള്ളത്. ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും പല പുണ്യസ്ഥലങ്ങളും ഉള്ളത് ഈ കിഴക്കൻ ഖുദ്സിലാണ്. കിഴക്കൻ ഖുദ്സാണ് 967 യുദ്ധത്തിൽ ജോർദാനിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്തത്. ഈ രണ്ട് ഖുദ്സുകളെ പറ്റിയും ഈ പറയുന്ന സഫഖത്തു ഖർൻ, നൂറ്റാണ്ടിന്റെ എഗ്രിമെന്റ് എന്ന് പറയുന്ന ഈ വലിയ വരാൻ പോകുന്ന എഗ്രിമെന്റിൽ ഒന്നും പറയുന്നില്ല. അത് ജൂതന്മാർക്ക് തീരെ എഴുതി കൊടുത്തിരിക്കുന്നു എന്നർത്ഥം. അതാണ് നെതന്യാഹുവുമായിട്ടുള്ള കരാറ്. ഇങ്ങനെ ലോകത്ത് ഒരു വലിയ പ്രശ്നം വരാൻ പോവുകയാണ്. ലോകം മുഴുവനും അതുകൊണ്ട് തന്നെ ഈ കരാറ് മുസ്ലിങ്ങളോടോ അല്ലെങ്കിൽ ബൈത്തുൽ മഖ്ദിസിനോടോ ഉള്ള സ്നേഹം കൊണ്ടല്ല, ഇത്രയും നിർണായകമായ ഒരു പ്രശ്നത്തിൽ ഇത്രയും ലളിതമായ തീരുമാനം, നിഷ്പ്രയാസം തീരുമാനമെടുത്തത് ലോകത്ത് വമ്പിച്ച പ്രതിസന്ധികൾ ഉണ്ടാക്കും എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ബാൽഫർ പ്രഖ്യാപനം നടത്തിയ ബ്രിട്ടനും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ മുഴുവനും അതുപോലെ തന്നെ ക്രിസ്ത്യൻ മതനേതൃത്വവും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. അവരും അവരുടെ പുണ്യഗേഹം, അവർ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിന്റെ ഖബറിടമുള്ളത് അവിടെയാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പുണ്യസ്ഥലമാണ്. അതുകൊണ്ട് അവരും പ്രഖ്യാപിച്ചിട്ടുണ്ട്, പലസ്തീൻ സന്ദർശിക്കാൻ പോകുന്ന, ഇസ്രായേൽ സന്ദർശിക്കാൻ പോകുന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റിനെ സ്വീകരിക്കുകയില്ല എന്ന് കനീസത്തുൽ ഖിയാമ, അൽ ഖിയാമ ചർച്ചിന്റെ മേധാവി പ്രഖ്യാപിച്ചു. കാരണം ഇത് ക്രിസ്ത്യാനികളുടെ കൂടി പ്രശ്നമാണ്, ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും പ്രശ്നമാണ്, മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. ജൂതന്മാർക്ക് എങ്ങനെയാണ് ഈ പ്രദേശം തീരെഴുതി കൊടുക്കുക? അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നാണ് ലോകത്തുള്ള ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത്. അപ്പോ മുസ്ലിം സ്വേച്ഛാധിപതികളെ സംബന്ധിച്ചിടത്തോളം അവര് നിഷ്ക്രിയരായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രതികരണമായിട്ട് നമുക്ക് ഒരു ഭാഗത്ത് കാണാൻ പറ്റുന്നത്. അവർക്ക് OIC ഒരു വിഷയമല്ല. വെനിസ്വേലയുടെ പ്രസിഡന്റ് OIC സമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മൾ മനസ്സിലാക്കണം, വെനിസ്വേലയുടെ പ്രസിഡന്റ് OIC സമ്മേളനത്തിൽ പങ്കെടുത്ത് മുസ്ലിങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ അനുഭാവം, വെനിസ്വേലയുടെ അനുഭാവം, ഒരു മനുഷ്യാവകാശ പ്രശ്നം എന്ന അർത്ഥത്തിൽ വെനിസ്വേലയുടെ അനുഭാവം അദ്ദേഹം പ്രകടിപ്പിച്ചു. അതേവസരം ഈ സ്വേച്ഛാധിപതികൾ ആ വഴിക്ക് വന്നില്ല, അവർക്ക് വരാൻ കഴിയില്ല. പക്ഷെ അവര് വരാതിരുന്നത് കൊണ്ടോ, അവര് തീരുമാനങ്ങൾ എടുക്കാത്തത് കൊണ്ടോ, അവര് പ്രഖ്യാപനങ്ങൾ നടത്താത്തത് കൊണ്ടോ ഈ ഖുദ്സ് പ്രശ്നം ഇതോടുകൂടി പരിഹരിക്കപ്പെടും, ലോകം മുഴുവനും ഇതിന് നേരെ നിശബ്ദത പാലിക്കും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല.
ട്രംപ് വിചാരിക്കുന്നത് പോലെ ഇവിടെയാണ് ചരിത്രം അവസാനിക്കുന്നത് എന്ന് ആരും വിചാരിക്കേണ്ടതില്ല. തീർച്ചയായും ചരിത്രം ആരംഭിക്കുന്നേ ഉള്ളൂ സഹോദരന്മാരെ, ചരിത്രം ആരംഭിക്കുന്നേ ഉള്ളൂ. ഹമാസിന്റെ അധ്യക്ഷൻ അവരുടെ രൂപീകരണത്തിന്റെ 30ാം വാർഷികത്തിൽ 1987 ഇതേപോലുള്ള ഒരു ഡിസംബർ 14-നാണ് ഹമാസി എന്ന് പറയുന്ന ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനം രംഗത്ത് വന്നത്. ബഹുമാന്യനായ ജസ്റ്റിസിനോടുള്ള വിയോജിപ്പ് ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഇസ്ലാം മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നത് എപ്പോഴും സമാധാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു മതവും പ്രത്യയശാസ്ത്രവുമാണ്, ഒരു സമൂഹമാണ്. അതെല്ലായ്പ്പോഴും അത് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അത് ബൈത്തുൽ മഖ്ദിസിലും അത് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ബൈത്തുൽ മഖ്ദിസ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മുസ്ലിങ്ങളുടെ കയ്യിൽ വന്ന ബൈത്തുൽ മഖ്ദിസ്, ഈ ബൈത്തുൽ മഖ്ദിസ് കുരിശ് സൈന്യം പിടിച്ചെടുക്കുന്നത് കുരിശുയുദ്ധത്തിലാണ്. 2 നൂറ്റാണ്ട് കാലം നീണ്ടുനിന്ന കുരിശുയുദ്ധം, മാർപ്പാപ്പയുടെ ആഹ്വാനപ്രകാരം നടന്ന കുരിശുയുദ്ധം. ആ കുരിശുയുദ്ധത്തിൽ ഫാത്തിമികളുടെ ഷിയാക്കളുടെ സഹായത്തോടുകൂടി കുരിശ് സൈന്യം ഖുദ്സിലേക്ക് പ്രവേശിക്കുകയും 70,000 മുസ്ലിങ്ങളെ പച്ചയായി കൊന്ന് അവരുടെ തന്നെ ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയിട്ടുള്ളതുപോലെ തങ്ങളുടെ കാൽമുട്ടോളമുള്ള രക്തത്തിലൂടെ നടന്ന് കുരിശ് സൈന്യത്തിന്റെ കുതിരകൾ മനുഷ്യരുടെ മുസ്ലിങ്ങളുടെ രക്തപ്പുഴയിലൂടെ നീന്തിക്കടന്നു എന്ന് ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയിട്ടുള്ള ആ വിധത്തിൽ ക്രൂരമായ കൂട്ടക്കൊലയിലൂടെയാണ് കുരിശ് സൈന്യം ഒരു കാലത്ത് ബൈത്തുൽ മഖ്ദിസ് പിടിച്ചെടുത്തത്. 90 വർഷം അവരുടെ കയ്യിൽ സംഖ്യയും അവസാനം സലാഹുദ്ദീൻ അയ്യൂബിയും വന്ന് ആണ് ഈ കുരിശ് സൈന്യത്തിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസ് തിരിച്ചു പിടിക്കുന്നത്. 90 വർഷം അവരുടെ കയ്യിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസ്. സലാഹുദ്ദീൻ അയ്യൂബി ബൈത്തുൽ മഖ്ദിസ് പിടിച്ചെടുത്തിയപ്പോ അവര് ചിന്തിയതുപോലെ 70,000 ആളുകളുടെ രക്തം ചിന്താൻ പോയിട്ട് 7 പേരുടെ പോലും രക്തം ചിന്തിയില്ല. ബൈത്തുൽ മഖ്ദിസിന് ഉപരോധം ഏർപ്പെടുത്തി അവരെ നാനാഭാഗത്തുനിന്നും ഉപരോധിച്ചിട്ട് അവരോട് ചർച്ചയ്ക്ക് ചെന്നു സലാഹുദ്ദീൻ അയ്യൂബി, മനുഷ്യരെ കൊല്ലരുത് എന്ന് വിചാരിച്ച്. അങ്ങനെ അവര് പറഞ്ഞു, ഞങ്ങൾ സമാധാനത്തോടുകൂടി ഞങ്ങളെ പുറത്തു പോകാൻ സമ്മതിക്കണം, ഞങ്ങളെ കൊല്ലരുത്. സലാഹുദ്ദീൻ അയ്യൂബി പറഞ്ഞു, നിങ്ങളെ ഒരിക്കലും വധിക്കുകയില്ല, നിങ്ങൾക്ക് സ്വതന്ത്രമായി പോകാം, ബൈത്തുൽ മഖ്ദിസിലേക്ക് ഞങ്ങൾ പ്രവേശിക്കും, നിങ്ങൾ ഇറങ്ങിപ്പോവാ. അങ്ങനെ അവരെ സ്വതന്ത്രമായി സലാഹുദ്ദീൻ അയ്യൂബി ഇറക്കി വിട്ടു. ഒരാളെയും കൊന്നില്ല, ഒരു പ്രതികാരവും അദ്ദേഹം ചെയ്തില്ല. അവിടെ ക്രിസ്ത്യാനികൾക്ക് അവരുടെ പുണ്യപ്രദേശങ്ങളിൽ ആരാധനകൾ നടത്താൻ എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കുമെന്ന് സലാഹുദ്ദീൻ അയ്യൂബി പ്രഖ്യാപിച്ചു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ കനീസത്തുൽ ഖിയാമ അൽ ഖിയാമ ചർച്ചിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് ഈ വിജയ സമയത്ത് അദ്ദേഹം വന്നിരുന്നു. ക്രിസ്ത്യാനികൾ പറഞ്ഞു, ഖലീഫ വരണം ഞങ്ങളുടെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങാൻ. അതവരൊരു ആദരവായിട്ടാണ് കണ്ടത്. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് വന്നിട്ടാണ് താക്കോല് വാങ്ങിയത്. നമസ്കാരത്തിന്റെ സമയത്ത് അദ്ദേഹം ചർച്ച് സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ചർച്ചിന്റെ പാതിരി പറഞ്ഞു, ഖലീഫയ്ക്ക് ഈ ചർച്ചിൽ നമസ്കരിക്കാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ നമസ്കരിക്കുന്നില്ല, ഞാനിവിടെ നമസ്കരിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും വിഡ്ഢിയായ മുസ്ലിം ഏതെങ്കിലും കാലത്ത് ഇസ്ലാമിന്റെ ഖലീഫ നമസ്കരിച്ച ചർച്ചാണിത്, പള്ളിയാണ് എന്ന് പറഞ്ഞ് ഇത് പള്ളിയാക്കാൻ ആവശ്യപ്പെട്ടാൽ അതൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ചർച്ചിൽ വെച്ച് അതുകൊണ്ട് നമസ്കരിക്കുന്നില്ല. അത്രയും മതസൗഹാർദ്ദവും മനുഷ്യാവകാശവും ഇസ്ലാം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്, ജൂതന്മാരോടും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. റജബ് തയ്യിബ് എർദോഗാൻ കുറച്ചു മുമ്പ് ഇസ്രായേലിനോട് പറഞ്ഞു, ലോകം മുഴുവനും ആട്ടി ഓടിച്ചപ്പോ, എന്തുകൊണ്ടാണ് ആട്ടി ഓടിച്ചത് ജൂതന്മാരെ? ആട്ടി ഓടിക്കാനുള്ള കാരണം സകല രാഷ്ട്രങ്ങളിലും ഫിത്തനകൾ, കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഇതുപോലുള്ള വൃത്തികേടുകൾ ചെയ്യുകയും അധികാരങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് ജൂതന്മാരുടെ സ്വഭാവമായിരുന്നു. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അവരെ പറ്റി, ബനൂ ഇസ്രായേലിനെ പറ്റി ഖുർആൻ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. എന്താണ് അവർക്ക് കരാറിന് യാതൊരുവിധ ഫബിമാ നഖ്ലിഹിം മീസാഖഹും, കരാർ ലംഘിക്കുന്നവരാണവർ, പ്രവാചകന്മാരെ വധിച്ചവരാണവർ. ഇങ്ങനെ കുറെ സ്വഭാവങ്ങൾ അവർക്കുണ്ട്. ചരിത്രത്തിൽ അവരുടെ സ്വഭാവങ്ങൾ, ഇങ്ങനെ കുറെ പ്രത്യേകതകൾ അവർക്കുണ്ട്. അതുകൊണ്ട് രാഷ്ട്രങ്ങൾ മുഴുവനും ആട്ടിപ്പുറത്താക്കിയപ്പോ എല്ലാ രാഷ്ട്രങ്ങളും ഈ ശല്യം അവസാനിക്കട്ടെ എന്ന് വിചാരിച്ച് ആണ് ഇസ്രായേൽ ഉണ്ടാക്കിയത് എന്ന് പലരും പറയാറുണ്ട്. ഈ ശല്യം അവസാനിക്കട്ടെ എന്ന് കരുതിയിട്ട്. അങ്ങനെ നാട് മുഴുവനും ആട്ടിപ്പുറത്താക്കിയ സമയത്ത് നിങ്ങൾ ജൂതന്മാർക്ക് അഭയം നൽകിയിട്ടുള്ള ഒരു രാഷ്ട്രത്തിന്റെ നായകൻ തുർക്കി എന്ന അർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു,
ഗസയിലെ നിരപരാധികളായ കുട്ടികളെ നിങ്ങൾ വധിക്കരുത്. ഗസ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്രായേലിനോട് ഉർദുഗാൻ ഈ പ്രഖ്യാപനം നടത്തിയത്. ഇന്നും തുർക്കിയിൽ ജൂതന്മാരുണ്ട്, ഞാൻ കാണാറുണ്ട് തുർക്കിയിൽ ജൂതന്മാരെ. അവർക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. അവർ കച്ചവടം നടത്തുന്നു, അവിടെയുള്ള മുസ്ലിം സമൂഹവുമായിട്ട് അവർ സഹവർത്തിക്കുന്നു. ഇന്നും നിങ്ങൾക്ക് തുർക്കിയിൽ ജൂതന്മാരെ കാണാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമും മുസ്ലിങ്ങളും ഇത്രയധികം അന്യമതസ്ഥരോട് ആദരവ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് ആയുധമെടുക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇസ്രായേലിന് ആയുധത്തിന്റെ ഭാഷ മാത്രമേ മനസ്സിലാകുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. കാരണം ആ രാജ്യം നിലനിൽക്കുന്നത് ഇന്നും ലോകം മുഴുവനുമുള്ള ജൂതന്മാര് ഇസ്രായേലിൽ വരാം. ഇസ്രായേലിൽ ഒരു മുസ്ലിമിന്, അവിടെയുള്ള ഒരു മുസ്ലിമിന് ഒരു ഫലസ്തീനിക്ക് ഭൂമി വാങ്ങാൻ പറ്റില്ല. അതേ അവസരം ലോകത്തുനിന്ന് എവിടെ നിന്നും ഒരു ജൂതൻ ഇസ്രായേലിൽ വന്നാൽ അയാൾക്ക് വന്ന ദിവസം പൗരത്വമാണ്. നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടായിരുന്നല്ലോ. ഇന്ത്യയിൽ 3500 ജൂതന്മാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ മട്ടാഞ്ചേരിയിൽ ജൂതന്മാരുണ്ടായിരുന്നു. അവരും അവസാനം ഇസ്രായേലിലേക്ക് പോയി. അങ്ങനെയാണ് ഇസ്രായേലിൽ ഇന്ന് 85% ജൂതന്മാരുണ്ടായത്. 70 ലക്ഷം ആളുകളെ ആട്ടി ഓടിച്ചിട്ട്. നമ്മൾ മനസ്സിലാക്കണം, അവർക്ക് അവിടെ ചെന്നാൽ ഏത് ഭൂമിയും വാങ്ങാം. അവിടെയുള്ള ഒരു മുസ്ലിമിന് ഭൂമി വാങ്ങാൻ പാടില്ല, തദ്ദേശീയരായ ആളുകൾക്ക് വാങ്ങാൻ പാടില്ല. ഇങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വന്ന ജൂതന്മാരാണ് അവിടെ ഉള്ളത്. അപ്പോ ഇവർക്ക് ശക്തിയുടെ ഭാഷ മാത്രമേ മനസ്സിലാവുള്ളൂ. ആകെ 6 മില്യൺ 65 ലക്ഷം ജനങ്ങൾ മാത്രമുള്ള ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിലെ മുസ്ലിം ജനസംഖ്യയോളം പോലുമില്ല. കേരളത്തിലെ മുസ്ലിങ്ങൾ 80 ലക്ഷമാണ്, 8 മില്യനാണ്. 80 ലക്ഷം മുസ്ലിങ്ങൾ കേരളത്തിലുണ്ട്. നമ്മൾ കേരളത്തിലെ മുസ്ലിങ്ങളുടെ അത്ര പോലും ജനസംഖ്യയില്ലാത്ത, ജനങ്ങളില്ലാത്ത ഒരു മതവിഭാഗവും രാഷ്ട്രവുമാണ് ഇസ്രായേൽ. നിങ്ങൾക്ക് ജൂതനാക്കാൻ പറ്റില്ല. അപ്പാർത്തീഡ്, വംശവെറി എന്ന് പറയുന്ന അതാണ്. ജന്മം കൊണ്ട് മാത്രം ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട സമുദായമാണ് ഞങ്ങൾ എന്ന വിശ്വാസവുമായി അത് പ്രഖ്യാപിച്ച് വംശവെറി ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് സിയോണിസ്റ്റുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരാൾക്ക് ജൂതമതം സ്വീകരിക്കാൻ കഴിയില്ല. ജന്മനാ ഒരാൾ ജൂതനായ അയാൾ ജൂതനാണ്. അപ്പോ ഇങ്ങനെ 6 മില്യൺ 65 ലക്ഷം മാത്രം ജനങ്ങളുള്ള ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. ആ ഇസ്രായേൽ എങ്ങനെയാണ് ഇന്ന് നിലനിൽക്കുന്നത്? 400-ലധികം അണ്വായുധങ്ങൾ കൈവശം വെച്ചുകൊണ്ട്, ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടക്കൊലകൾ നടത്തിയിട്ട്, ഓരോ ദശകത്തിലും അയൽ രാഷ്ട്രങ്ങളോട് യുദ്ധം ചെയ്തിട്ട് 973 ശേഷം പിന്നെ യുദ്ധം ചെയ്യേണ്ടി വന്നില്ല അവർക്ക്. അല്ലാതെ സമാധാനം കൊണ്ടല്ല. കാരണം യുദ്ധം ചെയ്യാതെ തന്നെ അറബികൾ വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു എന്ന് അവർക്ക് മനസ്സിലായി. ഈ 400-ലധികം വരുന്ന അണ്വായുധങ്ങൾ സ്വന്തമാക്കിയിട്ട് ആ ആയുധങ്ങളുടെ ബലത്തിൽ പിടിച്ചു നിൽക്കുന്ന ലോകത്തിലെ 4ാമത്തെ ആയുധശേഷിയാണ് ഉള്ള രാജ്യമാണ് എന്ന് ഗർവിൽ പിടിച്ചു നിൽക്കുന്ന, ദിനേന സ്വന്തം രാഷ്ട്രത്തിന്റെ അതിർത്തി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഇനി യൂഫ്രട്ടീസ് മുതൽ നൈൽ നദി വരെ നീണ്ടുകിടക്കുന്ന ഒരു രാഷ്ട്രമാണ്, ലോകമാണ് തങ്ങളുടേത് എന്ന് വിചാരിക്കുന്ന, മസ്ജിദുൽ ഹറാമും മസ്ജിദുൻ നബവിയും ഉൾപ്പെട്ട പ്രദേശങ്ങൾ മുഴുവനും തങ്ങളുടേതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. ഈ രാജ്യത്തോട് ആളുകൾ നിരന്തരമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സുഹൃത്തുക്കളെ, 948 ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണത് വന്നത്. അന്ന് പലസ്തീനും രാഷ്ട്രം ഉണ്ടാകുമെന്ന് പറഞ്ഞു. എവിടെയാണ് പലസ്തീന് രാഷ്ട്രം? നേരത്തെ ഇവിടെ ജസ്റ്റിസ് സൂചിപ്പിച്ചല്ലോ. മുനിസിപ്പാലിറ്റി അടിച്ചു വാരുന്ന അധികാരം കൊടുക്കുന്ന 2 പ്രദേശങ്ങളാണ് ഇസ്രായേൽ ഓസ്ലോ കരാറിലൂടെ മുസ്ലിങ്ങൾക്ക് നൽകിയത്, ബിഎൽഒക്ക് നൽകിയത്. എത്രയെത്ര കരാറുകളിൽ ഒപ്പുവെച്ചു നിങ്ങൾ പഠിക്കണം. ക്യാമ്പ് ഡേവിഡിൽ ഇതേപോലെ അൻവർ സാദാത്തുമായി ഒപ്പുവെച്ചു. അതോടുകൂടി ലോകത്ത് സമാധാനം ഉണ്ടായോ? ഒരു സമാധാനം ഉണ്ടായില്ല. യാസർ അറഫാത്തിനെ ഇതേപോലെ കരാറിലേക്ക് കൊണ്ടുവന്നു അന്നത്തെ പ്രസിഡന്റ്, അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ. ഇസാഖ് റാബീന് കൈ കൊടുത്തു യാസർ അറഫാത്ത്. അങ്ങനെയാണ് ഓസ്ലോ കരാർ ഉണ്ടായത്. ഒന്നും ഈ നമ്മൾ ഈ പറയുന്ന ഇസ്രായേലിന്റെ 2% മാത്രം ഭൂമി, അതും പ്രധാനപ്പെട്ട ഒരു മന്ത്രാലയവുമില്ലാതെ മുനിസിപ്പാലിറ്റി പോലുള്ള അധികാരങ്ങൾ കൊടുത്ത ആ ഓസ്ലോ കരാറിൽ ഒപ്പിട്ടതിന്റെ പേരിലാണ് ഈ ഇസാഖ് റാബീൻ എന്ന് പറയുന്ന അന്നത്തെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി വെടിയേറ്റ് മരിച്ചത്. ജൂതന്മാരെ അതുപോലും അനുവദിച്ചില്ല. ആ കരാറിൽ ഒപ്പിട്ടതിന്റെ പേരിൽ ജൂതന്മാര് തന്നെ അവരുടെ പ്രധാനമന്ത്രിയെ കൊന്നു. അപ്പൊ ഇത്രയധികം സമാധാനത്തോട് വെറുപ്പ് പുലർത്തുന്ന, ആയുധങ്ങൾ കൊണ്ടും ചട്ടം വിത്തരം കൊണ്ടും പിടിച്ചു നിൽക്കാമെന്ന് വിചാരിക്കുന്ന ഒരു രാഷ്ട്രമാണ്. അപ്പൊ PLO ഉണ്ടായി. PLO ജിഹാദിനെ പറ്റി കുറെ സംസാരിച്ചു. ആയുധമെടുത്തുകൊണ്ട് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞു, ചെറുത്തുനിൽപ്പ് നടത്തണമെന്ന് പറഞ്ഞു. അറബ് സ്വേച്ഛാധിപതികൾ മുഴുവനും അമേരിക്കയുടെയും റഷ്യയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി
ഈ അറബ് സ്വേച്ഛാധിപതികളെ മുഴുവനും തങ്ങളുടെ വരുതിയിൽ നിർത്തി ഇസ്രായേലുമായിട്ട് കരാറിലേക്ക് കൊണ്ടുവന്നു. കരാർ കൊണ്ട് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. മുസ്ലിങ്ങൾക്കൊരവകാശവും ആ നാട്ടുകാരായ ഫലസ്തീനികൾക്ക് ഒരവകാശവും ഇസ്രായേൽ അനുവദിച്ചു കൊടുത്തിട്ടില്ല. ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഖുർആൻ തന്നെ പറഞ്ഞതാണ്, ഇവരുടെ സ്വഭാവമാണ് കരാറുകൾ ലംഘിക്കുക എന്ന് പറയുന്നത്. കരാറിന് യാതൊരുവിധ വിലയും കൽപ്പിക്കാത്ത സമൂഹമാണിത്. അങ്ങനെയാണ് ഹമാസ് 987 ഹമാസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടായതും അവര് ഈ സാധാരണ ഇരുമ്പ് തകിട് കൊണ്ട് ഈ മിസൈൽ ഉണ്ടാക്കാൻ പഠിക്കുകയും ആ മിസൈൽ ഇസ്രായേലിലേക്ക് വിടാൻ തുടങ്ങുകയും ചെയ്തത്. അവർക്കറിയാം ഇതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല. പക്ഷേ ജൂതൻ ഏറ്റവും അധികം ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ പേടിത്തൊണ്ടന്മാരുടെ സമുദായമാണ്. ആയുധങ്ങൾ കണ്ടാൽ പേടിച്ച് വിറക്കുന്ന സമുദായമാണ്. അവർ മദീനയിൽ തന്നെ അങ്ങനെയായിരുന്നു. അപ്പോ ഇവർക്ക് ആയുധത്തിന്റെ ശക്തിയുടെ ഭാഷ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ ഹമാസ് ഈ മിസൈലുകൾ വിടാൻ തുടങ്ങുകയും 15 ലക്ഷം ആളുകൾ ഇങ്ങനെയൊക്കെ 10 വർഷം പട്ടിണി കിട്ടിട്ടും ഒരിഞ്ച് വഴങ്ങാതെ മറ്റുള്ള അറബ് സ്വേച്ഛാധിപതികൾ കുമ്പിടാൻ പറയുമ്പോ മുട്ടിലെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ജൂതന്മാരുടെ ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ കാൽക്കൽ വീണ് നെതന്യാഹുവിന്റെ കാല് പിടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തലയെടുപ്പോടുകൂടി ഖാലിദ് മിഷലും ഇസ്മായിൽ ഹനിയയും ഈ 15 ലക്ഷം ആളുകളുടെ കൂടെ നിന്ന് അവർ നടത്തിയ ചെറുത്തുനിൽപ്പ് എന്ന് പറയുന്നത് വലിയ ഇതിഹാസമാണ് സുഹൃത്തുക്കളെ. അതിന്റെ മുമ്പിലാണ് പരാജയപ്പെട്ടത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ നൂറ്റാണ്ടിന്റെ കരാർ എന്ന് പറയുന്ന ആ കരാറിൽ ഇസ്രായേൽ ഓഫർ ചെയ്യുന്ന എന്താണെന്നറിയോ? ഗസ നിങ്ങളെടുത്തോ. കാരണം ഈ ഗസ കൊണ്ട് കുടുങ്ങിയിരിക്കുന്നു. ഈ ഗസ എങ്ങനെയെങ്കിലും തടിമെന്ന് രക്ഷപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ഫലസ്തീന് രാഷ്ട്രം ഉണ്ടാക്കാൻ കൊടുക്കുന്നത്. അവരെ കൈകാര്യം ചെയ്യുന്ന പണി PLOയെ തന്നെ ഏൽപ്പിക്കുക, മുസ്ലിങ്ങളെ നശിപ്പിക്കുന്ന പണി മുസ്ലിങ്ങളെ തന്നെ ഏൽപ്പിക്കുക. ഇതാണല്ലോ അവർ ചെയ്യുന്നത്. അപ്പൊ ഈ ഗസയാണ് ഇപ്പോ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകം എന്ന് പറയുന്നത്. അവർ ചെറുത്തു നിൽക്കും. 30ാമത്തെ വാർഷികത്തിൽ ഇസ്മായിൽ ഹനിയ ഹമാസിന്റെ നേതാവ് ഇന്നലെ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം താളം എടുത്തിട്ട് പറഞ്ഞു, ഇതിൽ നിന്ന് ഇത് വേർപെടുന്നത് വരെ മസ്ജിദുൽ അഖ്സയ്ക്ക് പോറലുമേൽക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നായിരുന്നു അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഉടലിൽ നിന്ന് ഞങ്ങളുടെ തല വേർപെടുത്താതെ മസ്ജിദുൽ അഖ്സ നഷ്ടപ്പെടുന്നത്, ഞങ്ങളുടെ 1ാമത്തെ ഖിബില നഷ്ടപ്പെടുന്നത്, ഇസ്രാ മിഅ്റാജ് മുകളുടെ ഭൂമി നഷ്ടപ്പെടുന്നത്, മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും പുണ്യഭൂമി ഒരു മതവിഭാഗം സ്വന്തമാക്കി വെക്കുന്നത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കുകയില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനമാണ് ലോകത്തിന്റെ ചെറുത്തുനിൽപ്പിന്റെ പ്രഖ്യാപനം. അതിന്റെ മുമ്പിൽ ട്രംപിന് ചരിത്രം അറിയില്ല. സലാഹുദ്ദീൻ അയ്യൂബി ബൈത്തുൽ മഖ്ദിസ് കീഴടക്കാൻ ചെന്നപ്പോ അദ്ദേഹത്തിന്റെ സൈന്യം വെറും 12,000 ആയിരുന്നു. 62,000 വരുന്ന കുരിശ് സൈന്യത്തോടാണ് സലാഹുദ്ദീൻ അയ്യൂബിയുടെ 12,000 വരുന്ന സൈന്യം ചെറുത്തുനിൽപ്പെടുത്തിയത്. ബൈത്തുൽ മഖ്ദിസ് എന്റെ ഉമ്മത്തിന്റെ 1ാമത്തെ ഖിബില മോചിപ്പിക്കുന്നത് വരെ, എന്റെ പ്രവാചകന്റെ പാദസ്പർശമേറ്റ മണ്ണ് തിരിച്ചു പിടിക്കുന്നത് വരെ സലാഹുദ്ദീൻ അയ്യൂബി ചിരിക്കുകയില്ല എന്നായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബിയുടെ പ്രഖ്യാപനം. സലാഹുദ്ദീൻ അയ്യൂബി സുഹൃത്തുക്കളെ ചിരിച്ചില്ല. ബൈത്തുൽ മഖ്ദിസിൽ സ്ഥാപിക്കേണ്ട മിമ്പർ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടാക്കി വെച്ചു. ഈ മിമ്പർ ബൈത്തുൽ മഖ്ദിസിൽ സ്ഥാപിക്കുന്നത് വരെ സലാഹുദ്ദീൻ അയ്യൂബി മടങ്ങുകയില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അങ്ങനെ 12,000 വരുന്ന സൈന്യത്തെയും കൊണ്ട് 62,000 വരുന്ന കുരിശ് സൈന്യത്തെ നേരിടാൻ പോയിട്ട് 62,000 വരുന്ന സൈന്യത്തെ പരാജയപ്പെടുത്തി ഈ 12,000 വരുന്ന സൈന്യം വിജയിച്ചു എന്ന് ചരിത്രം പറയുന്നു. ആൾബലമല്ല, ആയുധബലമല്ല, ഇച്ഛാശക്തിയാണ്, ഈമാനിന്റെ ഇച്ഛാശക്തിയാണ് ലോകത്തെ ഏറ്റവും വലിയ ശക്തി. അതുകൊണ്ടാണ് ഒരായുധവുമില്ലാതെ പട്ടിണി കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന, ആശുപത്രിയിൽ പ്രാഥമികമായ ചികിത്സ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട 15 ലക്ഷം വരുന്ന ഗസ നിവാസികളുടെ മുമ്പിൽ ഏരിയൽ ഷാരോണും അതുപോലെ തന്നെ നെതന്യാഹുവും ട്രംപും ബുഷും ഒബാമയും അറബ് സ്വേച്ഛാധിപതികളും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ഇരുമ്പ് തകിടുകൾ കൊണ്ടുള്ള മിസൈല് ഏതെങ്കിലും ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഇസ്രായേലിലെ തെല്ലവീവിൽ പതിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 400 അണ്വായുധങ്ങളുള്ള രാഷ്ട്രം വിറക്കുന്നത് നമ്മൾ കണ്ടു. പലപ്പോഴും ഗസയുടെ മുമ്പിൽ കുമ്പിടുന്നത് നമ്മൾ പലപ്പോഴും കണ്ടു. ഗസയിൽ യുദ്ധം ആരംഭിച്ച ഇസ്രായേൽ 2-3 തവണ കടന്നാക്രമിച്ചിട്ട് അവസാനം ആരാ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്? അവര് തന്നെ വെടി ആരംഭിക്കുക, അവര് തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിക്കും. കുറെ ആളുകളെ പോയി കൊല്ലും,
അവസാനം വിജയിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവർ തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിക്കും. ഗസയിലെ 3 യുദ്ധങ്ങളിലും ഇസ്രായേൽ ദയനീയമായി പരാജയപ്പെട്ടു. അപ്പോ ഇതിനൊക്കെ ഒരു ചരിത്രമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഇത് ഇങ്ങനെ ശക്തമായിട്ട് പറയാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ, ഇന്ന് ഹമാസ് ഇത് ശക്തമായി പറയാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലുള്ള വിശ്വാസമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ ഒരു വിഭാഗമുണ്ടായിരിക്കും, അലദ്ദീനി ലാഹിരീൻ, അല്ലെങ്കിൽ അലൽ ഹഖ് ലാഹിരീൻ, അവരെന്നും ദീനിനെ, സത്യത്തെ ഉയർത്തിപ്പിടിക്കുന്നവരായിരിക്കും. വലിയ അദുവഹിം ഖാഹിരീൻ, അവരവരുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും. ലാ യളുറുഹും മൻ ഖാലഫഹും, അവരോട് ശത്രുത പുലർത്തുന്നവർക്ക് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല അവരെ. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, ഐനഹും യാ റസൂലല്ലാഹ്, റസൂലെ എവിടെയാണ് അങ്ങീ പറയുന്ന വിഭാഗം ഉണ്ടാകുക? അപ്പൊ റസൂല് പറഞ്ഞു, ബി ബൈത്തുൽ മഖ്ദിസ് വാകിനാ ഫി ബൈത്തുൽ മഖ്ദിസ്, അവർ ബൈത്തുൽ മഖ്ദിസിലും ബൈത്തുൽ മഖ്ദിസിന്റെ അങ്കണത്തിലും ഉണ്ടാവുക. ലോകാവസാനം വരെ ആ വിഭാഗം ഉണ്ടാകും. ലാ തസാൽ, അവർ ഉണ്ടായിരിക്കും എന്നാണ് റസൂൽ പറയുന്നത്. അവരുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ബൈത്തുൽ മഖ്ദിസിലെ ഇസ്രായേല് ഒരു പ്രവേശന കവാടത്തിൽ ഒരു മെറ്റൽ ഡിറ്റക്ടർ വെച്ചു. ഇവരൊക്കെ ആയുധധാരികളാണ് എന്ന് വിചാരിച്ചിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലൂടെ കയറിയില്ല. അവർ കയറിയില്ല, അവിടെയുള്ള മുസ്ലിങ്ങൾ കയറിയില്ല. അവർ ബൈത്തുൽ മഖ്ദിസിന്റെ ചുറ്റുപാടും ദിവസങ്ങളോളം തമ്പടിച്ച് 5 വക്തും അവിടെ നമസ്കരിച്ചു. അവർ ജുമാ അവിടെ വെച്ച് നടത്തി. അവസാനം ഇസ്രായേലിന് അതെടുത്ത് മാറ്റേണ്ടി വന്നു. അവിടെ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം, ഒരു സമൂഹത്തിന്റെ യുവാക്കളായ 30 വയസ്സിന് താഴെയുള്ള ഒരു ചെറുപ്പക്കാരൻ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. വയസ്സന്മാർക്ക് മാത്രമേ പ്രവേശിക്കാൻ പാടുള്ളൂ. എന്താ കാരണം? യുവാക്കൾ അതിൻ്റെ അകത്ത് കയറി വിപ്ലവം നടത്തിയാലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദിവസേന ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10,000-കണക്കിന് ആളുകൾ ഇസ്രായേലിന്റെ പീഡനം കണ്ട് അനുഭവിച്ച് ജയിലിൽ കഴിയാണ്. അവരുടെ കൂട്ടത്തിൽ ഗർഭിണികളായ സ്ത്രീകളുണ്ട്. പല പലസ്തീനി സ്ത്രീകളും പ്രസവിക്കുന്നത് ജയിലിൽ വെച്ചാണ്. നമ്മൾ മനസ്സിലാക്കണം. അവരുടെ കുട്ടികൾക്ക് 4, 5, 6 വയസ്സായിട്ടാണ് അവർ ജയിലിൽ നിന്ന് പുറത്തു വരുന്നത്. ഇപ്പൊ പലസ്തീനി സംഘടനകള് ഫേസ്ബുക്കിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ പലസ്തീനി സഹോദരന്മാരെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്താൽ എന്ത് ചെയ്യണം? നിങ്ങളെ 2 ദിവസം, നിങ്ങൾക്ക് 2 അല്ല, നിങ്ങളെ 4 ദിവസം ഒരിക്കലും കോടതിയിൽ ഹാജരാക്കുകയില്ല. വക്കീലിനെ കാണാതെ നിങ്ങൾ ഒരു അഫിഡവിറ്റും അവർക്ക് കൊടുക്കരുത്. നിങ്ങളെ 70 ദിവസം വരെ കസ്റ്റഡിയിൽ വെക്കും. ഒരു കോടതിയിലും ഹാജരാക്കുകയില്ല. നിങ്ങളെ പീഡിപ്പിക്കും. ഒരക്ഷരം പറഞ്ഞു പോകരുത്. വക്കീലിനെ കാണുന്നത് വരെ നിങ്ങൾ സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാവപ്പെട്ട ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പലസ്തീനി സംഘടനകൾ. കാരണം എവിടെ വെച്ചും ആശുപത്രിയിലേക്ക് മരണത്തോട് മല്ലടിച്ചു പോകുന്ന, ചീറിപ്പായുന്ന ആംബുലൻസ് തടഞ്ഞ് അതിലുള്ള മരണത്തോട് മല്ലടിക്കുന്ന പെണ്ണുങ്ങളെ ആംബുലൻസിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുവരുന്ന ഒരു ചിത്രം ഞാൻ ഇന്ന് രാവിലെ ഫേസ്ബുക്കിൽ കണ്ടു. എങ്ങനെയാണ് ഇത്രയും ക്രൂരന്മാരായ ഒരു മനുഷ്യന്മാര് ലോകത്തുണ്ടോ എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പണ്ട് ജമാൽ അബൂദുറയെ കൊന്നത് നിങ്ങൾക്കറിയാലോ. 8-10 വയസ്സായ ഒരു കുട്ടി ഉപ്പയുടെ മറവിൽ, ഒരു വീപ്പയുടെ മറവിൽ ഇസ്രായേൽ പട്ടാളത്തിന്റെ മുമ്പിൽ ജീവിതത്തിന് വേണ്ടിയിട്ട് കേടിട്ടും യാതൊരുവിധ ലജ്ജയുമില്ലാതെ, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ക്രൂരത ആ കുട്ടിക്ക് നേരെ ജൂതപ്പട്ടാളം വെടിവെച്ച് നിങ്ങൾ കണ്ടിരിക്കും. ഇതാണ് ജൂതന്മാരെന്ന് പറയുന്നത്. ഇതിനെതിരെ എന്തെങ്കിലും പറയാൻ പറ്റിയത് ഹമാസിനാണ്. അവർ ആയുധമെടുത്തപ്പോഴാണ് ഈ ശാക്തിക സന്തുലനത്തിൽ ചില മാറ്റങ്ങൾ വരുമെന്ന് കണ്ടത്. ഇന്ന് യൂറോപ്പ് മുഴുവനും ഓടിപ്പായാനുള്ള കാരണം എന്താ? ചിത്രം മാറും. ഫലസ്തീനികൾ മുഴുവനും സടകുടഞ്ഞെഴുന്നേൽക്കും. ട്രംപ് ചെയ്തത് വിഡ്ഢിത്തമാണ്, അല്ലാതെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സ്നേഹിച്ചിട്ടല്ല യൂറോപ്പ് ഓടിപ്പായുന്നത്. ചിത്രം മാറും. മുസ്ലിങ്ങൾ മുഴുവനും, മനുഷ്യാവകാശ സ്നേഹികൾ മുഴുവനും, സ്വാതന്ത്ര്യത്തിൽ വിശ്വാസമുള്ള ലോകം മുഴുവനും ട്രംപിനും നെതന്യാഹുവിനും ഇസ്രായേലിനും എതിരെ വരും. അവിടെയാണ് ചരിത്രം അവസാനിക്കുക. നമ്മൾ മനസ്സിലാക്കണം. ട്രംപ് ഒരു കടലാസിലെടുത്തിട്ട് അയാളുടെ വൃത്തികെട്ട ഒപ്പിട്ട് അത് ക്യാമറയ്ക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നതോടുകൂടി ഈ മസ്ജിദുൽ അഖ്സ ഫലസ്തീനികളുടെ കിബില അല്ലാതാവുകയും, മുസ്ലിങ്ങളുടെ 1ാമത്തെ കിബില അല്ലാതാവുകയും, അവരുടെ 3ാമത്തെ ഹറം അല്ലാതാവുകയും, അങ്ങനെ അത് ഇസ്രായേലിന്റെ തലസ്ഥാനമായി മാറുകയും ചെയ്യുമെന്ന് വിചാരിക്കുന്ന അയാളെക്കാൾ വലിയ വിഡ്ഢികൾ ലോകത്ത് വേറെ ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവിടെയല്ല ചരിത്രം അവസാനിക്കുന്നത്. റസൂൽ പറഞ്ഞെടുത്താണ്. ബൈത്തുൽ മഖ്ദിസിന് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള കുട്ടികളുണ്ട്, ചുണക്കുട്ടികളുണ്ട്.
വൃദ്ധന്മാരുണ്ട്. അവിടെയുള്ള മസ്ജിദിൽ അക്സയിലെ ഇമാം, എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്, മഹാനായ ഇക്രിമ ശബരി. ഞാൻ അദ്ദേഹത്തെ പലപ്പോഴും കാണുന്നതാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ വയസ്സുകാലത്ത് എങ്ങനെയാണ് ഷേഖ് ജീവിക്കുന്നത്, മക്കളൊക്കെ ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു, മക്കളൊക്കെ ഉണ്ട്. എവിടെയാണ് അവര്? നമ്മൾ വിചാരിക്കുന്ന പോലെ ഗൾഫിൽ പോയോ? ഗൾഫിലാണോ അവര്? ഞാൻ ചോദിച്ചു, അല്ലല്ല, ഞങ്ങള് മഖ്ദസികൾ, ബൈത്തുൽ മഖ്ദസിന്റെ ചുറ്റുപാടും ജീവിക്കുന്ന, ഖുദ്സ് നഗരത്തിൽ ജീവിക്കുന്ന ഞങ്ങൾ മുഅ്മിനീങ്ങൾ, ഞങ്ങളുടെ മക്കളെ ഖുദ്സ് വിട്ട് പുറത്തു പോകാൻ സമ്മതിക്കില്ല. അവരവിടെ നിൽക്കും, അവിടെ നിന്ന് ജീവിക്കും. ഈ ഖുദ്സിന് വേണ്ടിയിട്ട് എപ്പോഴാണ് രംഗത്തിറങ്ങേണ്ടി വരിക, എപ്പോഴാണ് പ്രതിരോധം തീർക്കേണ്ടി വരിക, എപ്പോഴാണ് ചെറുത്തുനിൽപ്പ് നടത്തേണ്ടി വരിക, എപ്പോഴാണ് പ്രത്യാക്രമണം നടത്തേണ്ടി വരിക എന്നറിയില്ല. ഞങ്ങൾ ജാഗ്രതയോടുകൂടി ഖുദ്സിന്റെ ചുറ്റുപാടുമുണ്ട്. ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളുടെ മക്കളെ വളർത്തുന്നത് എന്ന് ഈ മസ്ജിദുൽ അക്സയുടെ ഇമാമായ ഇക്രിമ ശബരി എന്നോട് പറയണ്ടായി. അതാണ് സഹോദരന്മാരെ റസൂൽ പറഞ്ഞത്, ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം ഈ ബൈത്തുൽ മഖ്ദിസിലും ബൈത്തുൽ മഖ്ദിസിന്റെ അങ്കണത്തിലും ചുറ്റുപാടും അവരുണ്ടായിക്കൊണ്ടേയിരിക്കും. ലോകാവസാനം വരെ അവരുണ്ടായിക്കൊണ്ടിരിക്കും. അവരാണ് വിജയിക്കാൻ പോകുന്നത്. ലാ തഖൂമു സ്സാഅ, ഒരിക്കലും അന്ത്യനാള് സംഭവിക്കാൻ പോകുന്നില്ല. ഹത്താ യുഖാതിലൽ മുസ്ലിമൂനൽ യഹൂദ്, മുസ്ലിങ്ങൾ ജൂതന്മാരോട് യുദ്ധം ചെയ്തിട്ടല്ലാതെ റസൂലാണ് പറയുന്നത്. റസൂല് പറഞ്ഞ ഒരു കാര്യവും ഒരു പ്രവചനവും ഇന്നേ വരെ ചരിത്രത്തിൽ പുലരാതിരുന്നിട്ടില്ല. റസൂൽ എന്ത് പറഞ്ഞു അത് മുഴുവനും പുലർന്നിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പൊ റസൂൽ പറയാണ്, ജൂതന്മാരോട് മുസ്ലിങ്ങൾ യുദ്ധം ചെയ്തിട്ടല്ലാതെ ലോകം അവസാനിക്കുകയില്ല. അന്ന് ലോകം മുഴുവനും ജൂതന്മാർക്കെതിരായിരിക്കും. എന്തിനേറെ കല്ലും വൃക്ഷവും പോലും, ഷജറും ഹജറും ഈ ജൂതന്മാർക്കെതിരായിരിക്കും. ഇന്ന് അമേരിക്കന്റെ അവരുടെ കൂടെ UN ഒരു നാണവുമില്ലാതെ ദിനേന പ്രമേയം പാസ്സാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കറിയാം ആ പ്രമേയം കൊണ്ട് ലോകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇങ്ങനെ UN എല്ലാവരും ഉണ്ടെങ്കിലും ഇതൊക്കെ ഇല്ലാതാവുന്ന ഒരു കാലം വരും. അങ്ങനെ കല്ലും മരവും ജൂതന്മാർക്കെതിരെ തിരിയും. അങ്ങനെ യുദ്ധം സംഭവിച്ച് കല്ലിനും വൃക്ഷത്തിനും പിന്നിൽ മറഞ്ഞു നിൽക്കുന്ന ജൂതനെ പറ്റി കല്ലും വൃക്ഷവും വിളിച്ചു പറയും, യാ മുസ്ലിം, യാ അബ്ദല്ലാ, അള്ളാഹുവിന്റെ അടിമ മുസ്ലിമേ, തആൽ ഹാദാ യഹൂദിയുൻ വറാഇ തആൽ ഫഖ്തുൽഹു, എനിക്ക് പിന്നിൽ ഇതാ ഒരു ജൂതൻ ഒളിച്ചു നിൽക്കുന്നു, വരൂ അയാളെ വധിക്കൂ എന്ന് കല്ലും വൃക്ഷവും പറയുന്ന ഒരു കാലഘട്ടം വരാതെ ലോകം അവസാനിക്കാൻ പോകുന്നില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോ ലോകാവസാനത്തിന് മുമ്പ് ഇതൊക്കെ സംഭവിക്കും. ഇന്ന് നമ്മൾ ബേജാറാകാനില്ല. ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണ് മസ്ജിദുൽ അക്സയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്? നമ്മൾ സഹോദരന്മാരെ, ഈ കഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട്, അവർ കഷ്ടപ്പെടുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. അവർ പീഡനങ്ങൾ അനുഭവിക്കുന്നത്, അവർ കൊല്ലപ്പെടുന്നത്, അവർ ജയിലുകളിൽ കഴിയുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. ലോകത്ത് മുഴുവനുമുള്ള മനുഷ്യാവകാശ മനുഷ്യസ്നേഹികൾക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കൾക്ക് വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത്. മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത്. നമ്മുടെ ഒന്നാമത്തെ ഖിബിലയ്ക്ക് വേണ്ടി, പ്രവാചകന്റെ ഇസ്രാ മിഅ്റാജ് ഭൂമിക്ക് വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ചുരുങ്ങിയത് പ്രാർത്ഥിക്കാനെങ്കിലും നാം മറക്കാതിരിക്കുക. ഈ ചട്ടമ്പിത്തരത്തിനെതിരെ, ഈ തോന്നിവാസത്തിനെതിരെ നമ്മുടെ സർവശക്തിയും ഉപയോഗിച്ച് സമാധാനപൂർവ്വം നമുക്ക് പ്രതികരിക്കുവാനുള്ള സന്നദ്ധത നാം അറിയിക്കുക. നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന, നേരത്തെ ജസ്റ്റിസ് സൂചിപ്പിച്ചതുപോലെ, ആണും പെണ്ണും കെട്ട ഈ നിലപാടുണ്ടല്ലോ, നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ ഗവൺമെന്റും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നപുംസക നിലപാട്, ആ നിലപാടിൽ ശക്തമായി പ്രതിഷേധിക്കുക. നമ്മുടെ മഹാനായ രാഷ്ട്രപിതാവ് ഗാന്ധിജി ഒരിക്കൽ പറയുകയുണ്ടായി, 1938 ഹരിജൻ മാസികയിൽ എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ദക്ഷിണാഫ്രിക്കയിൽ കുറെ ജൂത സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവരെനിക്ക് നന്നായിട്ട് അറിയാം, അവരെന്റെ അടുത്ത സുഹൃത്തുക്കളാണ്. പക്ഷെ ഒരിക്കലും ജൂതന്മാര് പറയുന്നത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഓരോ ലോകത്തുള്ള ഏത് മനുഷ്യനെയും പോലെ അവനവൻ ജനിച്ച രാജ്യം അവന്റെ രാജ്യമായിട്ട് കണ്ട് എന്തുകൊണ്ട് അവർ ജനിച്ച രാജ്യത്ത് ജീവിച്ചുകൂടാ? അദ്ദേഹം ചോദിക്കുകയാണ്. ഇന്ത്യയിൽ ജീവിച്ച ഒരു ജൂതന് ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് വിചാരിച്ച് ഇന്ത്യയിൽ ജീവിച്ചുകൂടെ? എന്തിനാണ് അയാൾ ഇസ്രായേൽ പോകുന്നത്? എന്നിട്ട് ഗാന്ധിജി പറഞ്ഞു, ഇംഗ്ലീഷുകാരുടേതാണ് ബ്രിട്ടൻ എന്നതുപോലെ ഫ്രാൻസുകാരുടേതാണ് ഫ്രാൻസുകാരുടേതാണ് ഫ്രാൻസ് എന്നതുപോലെ അറബികളുടേതാണ് ഫലസ്തീൻ. അറബികളുടെ ഫലസ്തീനിൽ ജൂതന്മാരെ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല.
അതുകൊണ്ട് ജൂതന്മാർ എന്താണ് പറയുന്നത് എന്നെനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് നമ്മുടെ രാഷ്ട്രപിതാവ് ഒരു കാലത്ത് പറഞ്ഞു. ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഈ തത്വത്തെ ഉയർത്തിപ്പിടിച്ചു. മുസ്ലിങ്ങളോടുള്ള വിരോധം എന്ന ഒരൊറ്റ കാരണത്താൽ അല്ലാതെ നരേന്ദ്രമോദി മുസ്ലിങ്ങളോട് വിരോധം പുലർത്തുന്ന ഒരു കൂട്ടർ ഒരു രാജ്യം എന്ന അടിസ്ഥാനത്തിൽ മാത്രമല്ലാതെ എന്തടിസ്ഥാനത്തിലാണ് നെതന്യാഹുവിനെയും ഇസ്രായേലിനെയും പിന്തുണക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കണം. ഇതല്ലാതെ എന്താണ് ഇസ്രായേലിനെ സ്നേഹിക്കുവാൻ എന്ത് അടിസ്ഥാനമാണ് നരേന്ദ്രമോദിക്കുള്ളത്? അവർ ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും ശത്രുക്കളാണ്, ഞങ്ങളും അങ്ങനെയാണ് എന്ന ഒരൊറ്റ കാരണമല്ലാതെ നമ്മുടെ രാജ്യം ഇതുവരെ ഉയർത്തിപ്പിടിച്ച മനുഷ്യാവകാശത്തിന്റെ കൂടെ നിന്ന, മൂല്യങ്ങളുടെ കൂടെ നിന്ന, സ്വാതന്ത്ര്യത്തിന്റെ കൂടെ നിന്ന, ജനങ്ങളുടെ സ്വയം നിർണായ അവകാശത്തിന്റെ കൂടെ നിന്ന, അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും കൂടെ നിന്ന ഈ വലിയ പാരമ്പര്യത്തെ മുഴുവനും കാറ്റിൽ പറത്തി ആണും പെണ്ണും കെട്ട നിലപാട് സ്വീകരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ നിലപാടിനെ നമ്മൾ തീർച്ചയായും ചോദ്യം ചെയ്യുക കൂടി ചെയ്യണം. സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.